മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന കൽപ്പറ്റ എസ്റ്റേറ്റിലെ മാതൃകകളുടെ വീടുകൾ നാളെ താക്കോൽ കൈമാറ്റം നടക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ അത് മാർച്ച് 1 മാറ്റിയിരുന്നു. ഗുണഭോക്താക്കളുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് തീയതി മാറ്റിയതെന്നാണ് അറിയുന്നത്. ടൗൺഷിപ്പിലേക്കുള്ള റോഡിന്റെയും വീടുകളുടെയും പണി പൂർത്തിയാകാനുള്ളതും ചടങ്ങ് മാറ്റാൻ കാരണമായിട്ടുണ്ട്. അവധി ദിനം ഉദ്ഘാടനം നടത്തുന്നതാകും ഉചിതമെന്നതും പരിഗണിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദീപക് മോഹൻ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ദീപക്, പണി ഒരു 100% പൂർത്തിയായിട്ടില്ല, ചുറ്റുമതിലുകളായിട്ടില്ല, റോഡുകൾ ആവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഫിനിഷിംഗ് ജോലികൾ ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് ആ ജോലി കൂടി കഴിഞ്ഞിട്ട് വീടുകൾ കൈമാറാം. ഒരു അവധി ദിവസമാണെങ്കിൽ എല്ലാവർക്കും ആഘോഷപൂർവ്വം അത് സാക്ഷ്യം വഹിക്കാൻ കഴിയും. ഇതൊക്കെയാണ് സർക്കാർ കണക്കുകൂട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നാളെ കൈമാറിയിരുന്നെങ്കിൽ ചില മാധ്യമങ്ങളെങ്കിലും ആ ദൃശ്യങ്ങൾ, പണി പൂർത്തിയാകാനുള്ള വീടിന്റെ ദൃശ്യങ്ങൾ കൂടി ഒരുപക്ഷെ എടുത്ത് പ്രചരിപ്പിച്ചേക്കും എന്നുകൂടി സർക്കാർ ഭയന്നിട്ടുണ്ടാവും, അല്ലേ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാനിപ്പോൾ ഉള്ളത് ഈ ടൗൺഷിപ്പിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ടൗൺഷിപ്പിൽ 3ാമത്തെ ക്ലസ്റ്ററിൽ ഫേസ് 1-ൽ അതായത് നാളെ 178 ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറുന്ന ക്ലസ്റ്ററിൽപ്പെട്ട ഈ പ്രദേശത്താണ്. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതായത് കൽപ്പറ്റ ബൈപ്പാസിലാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന റോഡിൽ നിന്ന് 3 കവാടങ്ങളാണ് ഈ ടൗൺഷിപ്പിലേക്കുള്ളത്. അതിൽ ഫേസ് 1-ലേക്ക് കൽപ്പറ്റയിലേക്ക് വരുന്ന ഭാഗത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് കയറുന്ന മുൻപുണ്ടായിരുന്ന സ്ഥലത്താണ് ഫേസ് 1-ലേക്കുള്ള പ്രധാന റോഡുള്ളത്. അതോടൊപ്പം മറ്റ് 2 റോഡുകൾ കൂടിയുണ്ട്. അങ്ങനെ ഈ ടൗൺഷിപ്പിലേക്ക് 11.5 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡുകളുള്ളത്. ആ പ്രധാന റോഡുകളുടെയൊക്കെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി. പക്ഷെ ഞങ്ങളിപ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഇതൊക്കെ ആ പ്രധാന റോഡുകളിൽ നിന്ന് ക്ലസ്റ്ററിലേക്ക് വരുന്ന ചെറിയ ചെറിയ റോഡുകളാണ്. ആ റോഡിൻ്റെയൊക്കെ പണി ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്തൊക്കെ തൊഴിലാളികൾ ഡ്രെയിനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ചുറ്റുമതിലിൻ്റെ പണി പൂർത്തിയാക്കാനുണ്ട്. ഈ കാണുന്നത് ഈ ക്ലസ്റ്ററിലേക്കുള്ള വൈദ്യുതി വിതരണത്തിൻ്റെ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് പോലത്തെ ഒരു സംവിധാനമാണ്. ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മളിവിടെ എത്തുമ്പോൾ ഇവരുടെ പണികളൊക്കെ കാണുമ്പോൾ ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. കാരണം വയനാട്ടിൽ ഇത്രയ്ക്ക് വലിയ സെറ്റപ്പിലൊന്നും നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്, ഒപ്പം കുടിവെള്ള സംഭരണ പ്ലാന്റിന്റെ പണി പൂർത്തിയാക്കി. അത് തന്നെ 9 ലക്ഷത്തിലധികം കപ്പാസിറ്റി ഉള്ളതാണ്. ഈ ഡ്രെയിനേജ് ഒക്കെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരുന്ന സമയത്ത് ഡ്രെയിനേജിന്റെ പണി മാത്രമേ പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുകളിൽ ഇപ്പോൾ സ്ലാബായി. ഈ തൊട്ടടുത്ത് കല്ല് കെട്ടിയത് കാണാം. ഇത് വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണമാണ്. അത്തരത്തിൽ വീടിന്റെ നിർമ്മാണം ഒരുപാട് ബാക്കിയുണ്ട്. വീടിന്റെ നിർമ്മാണം മീൻസ് ഭൂരിഭാഗം വീടിന്റെ പണി പൂർത്തിയാക്കിയെങ്കിലും മറ്ററ്റകുറ്റപ്പണികൾ, അതായത് മുറ്റത്തിന്റെ പണിയുണ്ട്, ഇന്റർലോക്കിന്റെ പണി തുടങ്ങിയ ജോലികളൊക്കെ ബാക്കിയുണ്ട്. ആ ജോലികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഏറ്റവും ഉചിതമായ രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ താമസിക്കാൻ എളുപ്പത്തിൽ കൈമാറുക എന്നുള്ള രീതിയിലേക്കായിരിക്കും സർക്കാർ 1-ാം തീയതിയിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടനം മാറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലായത്. മാത്രമല്ല അവധി ദിനമായതിനെ തുടർന്ന് കൂടുതൽ ദുരന്തബാധിതരായിട്ട് ആളുകൾക്കും ഒപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഞങ്ങൾ നിൽക്കുന്ന ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പവലിയൻ. ഈ പവലിയനിലൊക്കെ ഇന്നലെ ജഗപൊക പരിപാടിയായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരുന്ന സമയത്തൊക്കെ നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഉദ്ഘാടനം മാറ്റിയപ്പോൾ മറ്റാളുകളൊക്കെ പോയി. പക്ഷെ പണി ഇപ്പോഴും ശരവേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി വരുന്നു. അതോടൊപ്പം നമുക്ക് ഈ ഭാഗത്തേക്ക് പോകാം. ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് ഈ ടാങ്ക് എന്ന് പറയുന്നത് ഓരോ വീടുകളിലേക്കുമുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് പോകുന്ന മിനി ടാങ്കുകളാണ്. അതായത് ഓരോ വീടുകളിലും ഇത്തരത്തിലുള്ള ഓരോ ടാങ്ക് സ്ഥാപിക്കും. വീട്ടിൽ നിന്ന് വരുന്ന, അടുക്കളയിൽ നിന്ന് വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയൊക്കെ ഇതിലേക്ക് നിക്ഷേപിക്കാം. ഇത് നേരിട്ട് പൈപ്പ് വഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് പോകും. അത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് കൂടിയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഏതായാലും 4 ദിവസമുണ്ട്. 4 ദിവസം എന്ന് പറയുന്നത് രാത്രിയും പകലും 24 മണിക്കൂറും ഷിഫ്റ്റ് സംവിധാനത്തിലാണ് ഇവിടെ ജോലി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദീപക് മോഹനാണ് ഇപ്പോൾ സ്പോട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിത് പറഞ്ഞപ്പോഴാണ് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കേട്ടു. അത് ശരിയാണോ എന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പില്ല. എനിക്ക് നേരിട്ട് അനുഭവമൊന്നുമില്ല. സ്വിറ്റ്സർലൻഡിലൊക്കെ താമസിക്കുന്ന മനുഷ്യർക്ക് അവിടെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോൾ വലിയ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ പുനരധിവാസത്തിനുള്ള പാക്കേജുകൾ കിട്ടൂ. പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. നിങ്ങളുടെ വീട് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് വീട് വെച്ച് തരും സർക്കാരിൻ്റെ കൂടെ സഹായത്തോടു കൂടി. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു നാടാണ് ഈ മനുഷ്യരുടെ ഇൻഷുറൻസ് ആയി മാറിയത്, അല്ലേ? അതിനേക്കാൾ വലിയ ഉറപ്പ് ലോകത്തൊരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റൂല. നമ്മൾ ചൂരൽമല മുണ്ടക്കയിൽ മനുഷ്യർക്കൊപ്പം നിന്ന്
ആ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് നിന്ന് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തതും വീട് വയ്ക്കാനായിട്ട് വാഗ്ദാനങ്ങളായിട്ട് വന്നതും അത് യാഥാർത്ഥ്യമാക്കിയവരും ഏത് ഇൻഷുറൻസ് കമ്പനിയെക്കാളും വലിയ ഉറപ്പാണ് ആ മനുഷ്യർക്ക് നൽകിയത്. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോകില്ലത്രേ.